ശ്രീ അനിൽകുമാർ, ഈ പരാതി CPM ഓൺ ചെയ്യുന്നുണ്ടോ? അല്ല, ഏതെങ്കിലും ഒരു പരാതി ആരെങ്കിലും കൊടുത്താൽ അതൊരു നിയമപരിശോധനയ്ക്ക് വിധേയമാക്കുന്നതിനെ ആരും ഭയപ്പെടേണ്ടതില്ല. അത്തരമൊരു പരിശോധന നടത്താൻ പോകുന്നു എന്നുകൊണ്ട് അയ്യോ അഭിപ്രായ സ്വാതന്ത്ര്യം എല്ലാം നശിച്ചു പോയെന്ന് ആരും വിഷമിക്കേണ്ട കാര്യമില്ല. പാട്ട് എഴുതുന്ന പോലെ തന്നെ പരാതി കൊടുക്കാനും നാട്ടുകാർക്ക് അവകാശമുണ്ട്. പാട്ടെഴുതിയ അവകാശം പോലെ തന്നെ പരാതി കൊടുക്കുന്ന അവകാശങ്ങളും അവർ വിനിയോഗിക്കുമ്പോൾ ഇതെല്ലാം CPMന്റെ തലയിലേക്ക് ചാർത്തി തരാൻ ആരും പോകത്തില്ല. അതിൽ CPM എന്ന നിലയ്ക്ക് രാഷ്ട്രീയമായി ഞങ്ങളൊരു നിലപാടെടുത്തിട്ടില്ല, അഭിപ്രായം പറഞ്ഞിട്ടില്ല. വന്ന വിഷയങ്ങളിൽ പ്രതികരിക്കുകയും ചെയ്യും. പിന്നെ ഒരു കാര്യം വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നു. ഞാൻ പറയട്ടെ ആ പാട്ടിലെ വരികൾ സത്യമാണ്. കോടതികൾ പറഞ്ഞു. ഏത് കോടതിയാണ് പറഞ്ഞത്? സഖാക്കൾ ആരെങ്കിലും സ്വർണം കെട്ടതായിട്ട് നിങ്ങൾ കണ്ട? ഏതെങ്കിലും സഖാവിന്റെ വീട്ടിൽ സ്വർണം പിടിച്ചോ? കട്ട സ്വർണം കിട്ടിയത് തന്ത്രി ഉദ്ഘാടനം ചെയ്ത കടയിൽ നിന്നാണ്, സഖാവിന്റെ കടയിൽ നിന്നല്ല. തന്ത്രി ഉദ്ഘാടനം ചെയ്ത കോൺഗ്രസിന്റെ കടയിൽ നിന്ന് കട്ട സ്വർണം പിടിച്ചാൽ ഏത് സഖാവിന് ഉത്തരവാദിത്വം? ഏത് പാർട്ടിക്ക് ഉത്തരവാദിത്വം? ഏറ്റവും വലിയ സുരക്ഷയുള്ള ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ഭാര്യ സോണിയാഗാന്ധിയുടെ വീട്ടിലെ ഈ പോറ്റിയം കൊണ്ട് അടൂർ പ്രകാശ് പോയിരുന്ന സഖാക്കളായിട്ടാണ്. പാട്ടെഴുതിയ മുസ്ലിം ലീഗിന്റെ നേതാവ് അത് കണ്ടില്ലേ? പാട്ടെഴുതിയ ലീഗുകാരനത് കണ്ടില്ലേ? സോണിയാഗാന്ധിയുടെ വീട്ടിൽ ഈ പോറ്റിയ അടൂർ പ്രകാശും പിന്നെ ആൻഡ്രാനിലൂടെ കയറ്റുന്നത്. ഞാൻ പറയട്ടെ ജയിലിൽ കിടക്കുന്നത് പോറ്റിയാണ്. പോറ്റിയെ സോണിയാഗാന്ധിയുടെ വീട്ടിൽ കൊണ്ട് കയറ്റിയതാരാ? അല്ല, പോറ്റി മാത്രമേ അത് മുസ്ലിം ലീഗിന്റെ നേതാവ് എന്താ വിട്ടുപോയത്? അത് എഴുതിയ മുസ്ലിം ലീഗിന്റെ നേതാവ് UDF-കാരായിരുന്നോ? ഞാൻ എന്റെ ചോദ്യം ഇതാണ്, പത്മകുമാറിന്റെ വീട്ടിൽ നിന്ന് സ്വർണം പിടിച്ചോ? അപ്പൊ കോടതിയാണോ തെറ്റുക? അല്ല, ഞാൻ പറയുന്നത് അതെ, നിങ്ങളൊരു കാര്യം ഒരു അവതാരകൻ എന്ന നിലയ്ക്ക് അവിടെ നിന്ന് പറഞ്ഞു ഞാൻ കേട്ടു. എന്താ നിങ്ങൾ പറഞ്ഞത്? ആ പാട്ടിൽ എഴുതിയ സത്യമാണെന്ന് കോടതി പോലും പറഞ്ഞു. സ്വർണ്ണപ്പാളികൾ മാറ്റിയ ശാസ്താവിൻ ധനം ഊറ്റിയെ ഈ വരികൾ മാത്രം പറഞ്ഞുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ആ 4 വരിയിൽ ജനം ചിന്തിക്കട്ടെ. ശ്രീ അനിൽകുമാർ, ഞാൻ ചോദിക്കുന്ന ഒരു കാര്യം, നിങ്ങൾ കുറെ ആളുകള് എന്ത് കള്ളോ എഴുന്നള്ളിക്കുക, എന്നിട്ട് നിങ്ങളെ തൊണ്ട് സഹിതം പിടിച്ച അവിടെ 4 വരി എന്റേതുള്ളൂ, ബാക്കി മുസ്ലിം ലീഗുകാരന്റെ ആണ്. ഇതല്ലേ നിങ്ങളുടെ വാദം? ഞാൻ ചോദിക്കുന്നത്, ഈ പോറ്റി ആരാണ് അവിടെ കയറ്റിയത്? അടൂർ പ്രകാശ് CPM ഓഫീസിൽ നിന്ന് പറഞ്ഞിട്ടാണ് അവിടെ കൊണ്ട് സോണിയാഗാന്ധിയുടെ വീട്ടിൽ കയറ്റിയത്. സോണിയാഗാന്ധിയുടെ വിരലെ മുതലിട്ട് കൊടുക്കുന്നുണ്ടല്ലോ. സോണിയാഗാന്ധിക്ക് ഉപകാരം സോണിയാഗാന്ധി ഈ SIT ആണല്ലോ അന്വേഷിച്ചത്. ഈ കോടതിയാണല്ലോ മേൽനോട്ടം വഹിക്കുന്നത്. എവിടെയെങ്കിലും ഈ സോണിയാഗാന്ധിയുടെ പേരാരെങ്കിലും പരാമർശിച്ചോ? നമുക്ക് സ്പഷ്ടമായ കാര്യങ്ങളെ സമീപിച്ചു പോകാം. ഞാൻ ചോദിക്കുന്നത് പത്മകുമാറും വാസുവും പിന്നെ ആരാണ്? താങ്കൾ ഈ പറഞ്ഞതുപോലെ ഈ 2 പേർ പിന്നെ ആരാണ്? ഈ UDF-കാരാണ്. എന്റെ ചോദ്യമൊന്നുമല്ല. നിങ്ങൾ ഈ ചർച്ചയിൽ പറഞ്ഞു പാട്ടിൽ എഴുതിയത് സത്യമാണ്, അത് കോടതി കണ്ടെത്തിയതാണ്. എന്താണ് കോടതി കണ്ടെത്തിയത്? കോടതി കണ്ടെത്തിയത് കട്ട സ്വർണം പിടിച്ചത് എവിടുന്നാണ്? അത് കണ്ടെത്തിയ സ്വർണം പിടിച്ചത് തന്ത്രി ഉദ്ഘാടനം ചെയ്ത ഗോവർദ്ധന്റെ കടയിൽ നിന്നാണ്. അത് സഖാക്കളുടെ കടയല്ല. അത് പോറ്റിയാണ് കൊണ്ടു കൊടുത്തത്. ആ പോറ്റി അവിടെ സോണിയാഗാന്ധിയുടെ അടുത്ത് കൊണ്ടുപോയവരോട് ചോദിക്കണം. അത് പാട്ട് എഴുതിയ കടയിലെ പറഞ്ഞു കൊടുക്ക്. നിങ്ങൾ മാതൃകം പറഞ്ഞു കൊടുക്ക്. അല്ല, അപ്പൊ അങ്ങനെ ചോദിക്കുന്നത് ശ്രീ അനിൽകുമാർ, ഈ വരികളിൽ അങ്ങനെ കേസെടുക്കണം. നിങ്ങൾ പറഞ്ഞ പ്രകാരമാണെങ്കിൽ ഇത് തെറ്റായ വരികളാണെങ്കിൽ നിങ്ങൾ കേസെടുക്കണം എന്നാണോ നിങ്ങളുടെ ആവശ്യം? എന്നാണ് ചോദിച്ചത്. CPM പരാതി ഓൺ ചെയ്യുന്നുണ്ടോ? ഈ തിരുവാഭരണ പാത സംരക്ഷണ സമിതിയുടെ പരാതി CPM ഓൺ ചെയ്യുന്നുണ്ടോ? ഇതിനൊന്നും കൊടുക്കാൻ സൗകര്യപ്പെടുകയില്ല. ഇതൊന്നും ഞങ്ങളെ ബാധിക്കുന്ന കാര്യമല്ല. നിങ്ങളെ കുറെ ആളുകൾ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ നശിപ്പിക്കാനും ഇല്ലാതെയാക്കാനും കോൺഗ്രസിനും BJPക്കും RSSനും വേണ്ടി കൂലിപ്പണി എടുത്താൽ ഞങ്ങൾ പരാജയപ്പെടുന്ന പ്രശ്നമില്ല. പാട്ട് എഴുതിയവരോടും പറയാണ്, അത് പാട്ട് നടത്തുന്നവരോടും പറയാണ്, ഇതിനൊന്നും ഞങ്ങളില്ല. കേസെടുക്കേണ്ടതില്ല അല്ലേ? കേസെടുക്കേണ്ടതില്ല എന്നാണോ CPMന്റെ ആവശ്യം? അതല്ല, കേസെടുക്കണം എന്നാണോ? കഴിഞ്ഞ ദിവസം രാജു എബ്രഹാം പറഞ്ഞതുപോലെ ഈ പരാതിയിൽ കേസെടുക്കേണ്ട ഇലമെന്റ് ഉണ്ട് എന്നാണോ താങ്കൾ, സംസ്ഥാന സമിതി അംഗമായിട്ടുള്ള താങ്കളുടെ വ്യക്തിപരമായ അഭിപ്രായം? ഒരു കാര്യം വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നു. പാട്ട് എഴുതാൻ സ്വാതന്ത്ര്യമുള്ളവർ തന്നെ പരാതി കൊടുക്കാൻ സ്വാതന്ത്ര്യമുണ്ട്. ഞാൻ പാട്ട് എഴുതിയ ആളോടുള്ള മറുപടിയാണ് എന്റെ പോയിന്റ്. രാഷ്ട്രീയമായ മറുപടിയാണ്. കേസിന്റെ നിയമോപദേശം കാണാനല്ലോ എന്നെ വിളിച്ചത്. ആ വിഷയത്തിൽ രാഷ്ട്രീയ അഭിപ്രായമാണ്. ആ രാഷ്ട്രീയ അഭിപ്രായം എഴുതുമ്പോൾ ആ പാട്ട് എഴുതി ഹിറ്റാക്കി എന്ന് പറയുന്ന മുസ്ലിം ലീഗിന്റെ നേതാവിനോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യമുള്ളൂ. പോറ്റിയെ അവിടെ കൊണ്ട് കയറ്റിയ ആള് സോണിയാഗാന്ധിയുടെ വീട്ടിൽ കയറ്റിയ ആളുകളുടെ പേരൂടെ പാട്ടിൽ എഴുതി വെക്കുക. അപ്പം രാഷ്ട്രീയമായ പാട്ടായി.
ആ രാഷ്ട്രീയമായ പാട്ട് ഒരു തരത്തിലും നിയമവിരുദ്ധമല്ല. അതേസമയം അത് ശരണമയ്യപ്പായ കൂടെ അയ്യപ്പ എന്ന് വിളിച്ചുകൊണ്ട് പാടുന്നതിന് വിശ്വാസിക്ക് തർക്കമുണ്ടെങ്കിൽ വിശ്വാസികൾ ആ വഴിക്ക് പോയാൽ അത് അവർ ചെയ്യട്ടെ, നിയമപരമായി പരിശോധന ഉണ്ടാകട്ടെ. ഞങ്ങൾക്ക് വിശ്വാസികൾ പോയ വഴിയൊന്നും മുൻപൊന്നും ആരും പോയിട്ടില്ല. നിങ്ങൾ പൊക്കോ, നിങ്ങൾക്ക് പോകാൻ സ്വാതന്ത്ര്യമുണ്ട്, നിങ്ങൾ പൊക്കോളുക. ഈ പറയുന്ന മതവികാരമൊക്കെ വ്രണപ്പെട്ട ഘട്ടങ്ങൾ, ശബരിമല അയ്യപ്പ ഭക്തരുടെ വികാരങ്ങൾ വ്രണപ്പെട്ട പല സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അന്നൊന്നുമില്ലാത്തൊരു വികാരം വ്രണപ്പെടൽ ഈ സ്വർണം മോഷണവുമായി ബന്ധപ്പെട്ട് അയ്യപ്പന്റെ പൂങ്കാവനത്തിലെ എത്രയോ കോടിക്കണക്കിന് രൂപയുടെ സ്വർണം പോയതിൽ ഒരു വികാരവും വ്രണപ്പെടുന്നില്ല ഈ പരാതിക്കാർക്കുൾപ്പെടെ. അപ്പോൾ ഈ പാട്ട് കേൾക്കുമ്പോൾ മാത്രം എന്താണെന്നാണ് ചോദിക്കുന്നത്. അത് എന്റെയോ അല്ല, പൊതുസമൂഹത്തിന്റെ ചോദ്യമാണ്. താങ്കൾ ചോദിക്കുന്ന ചോദ്യം പൊതുസമൂഹത്തിൻ്റെയാണ്. ഇന്ന് രാവിലെ പൊതുസമൂഹം എല്ലാം കൂടി താങ്കളെ ഏൽപ്പിച്ചിരിക്കുകയാണ് ഈ ചോദ്യം ചോദിക്കാൻ. നിങ്ങൾക്ക് ഈ പൊതുസമൂഹത്തിന്റെ വ്യക്തമായ മറുപടി ഏതെങ്കിലും കാര്യത്തിന് കേട്ട് പറഞ്ഞിട്ടുണ്ട്. വ്യക്തമായിട്ടൊന്ന് പറയൂ ശ്രീ അനിൽകുമാർ. കേൾക്കുന്നവരും ചൂളിപ്പോകില്ലേ? ഒന്ന് വ്യക്തമായി പറയൂ. ചില വാക്കുകൾ പിടിച്ച് ഇതിന്റെ ആകത്തുക, ഇതിന്റെ മെറിറ്റ് എന്താണ് എന്ന് പറയാനുള്ള ഉത്തരവാദിത്തം അങ്ങേക്കില്ല. അങ്ങ് ഒരു സംസ്ഥാന സമിതി അംഗമല്ലേ? അതാണ് ഞാൻ ചോദിച്ചത്. ഈ പരാതിക്കാരന്റെ, ഈ തിരുവാഭരണ സംരക്ഷണ സമിതിയുടെ പരാതി CPM ഓൺ ചെയ്യുന്നുണ്ടോ, താങ്കൾ ഓൺ ചെയ്യുന്നുണ്ടോ? ഞാൻ അതിൽ വ്യക്തമായ മറുപടി പറഞ്ഞു. ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, നിങ്ങൾ ഈ ചർച്ചയിൽ ആ പാട്ടിനെ സാധൂകരിച്ചു. ആ പാട്ടിലെ വരികൾ കോടതി ശരിവെച്ചതാണെന്ന് നിങ്ങൾ പറയുന്നത് ഞാൻ കേട്ടു. ഞാൻ അതിനോടാണ് പ്രതികരിച്ചത്. വരികൾ ശരിവെച്ചെന്നല്ല, അങ്ങ് ഈ പറയുന്ന കേൾക്കില്ലേ? എന്താണ് പറഞ്ഞു വന്നത് മുഴുവനായി കേട്ടിട്ട് വേണം പറയാൻ. കാരണം അത് എന്നിലേക്കുള്ള ചോദ്യമായതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്. പറയുന്ന കാര്യം പറഞ്ഞ കാര്യമല്ല എന്നുള്ള കാര്യം ഞാൻ എന്താണ് 4 വരികൾ പറഞ്ഞുകൊണ്ട് അതിന്റെ അർത്ഥം വിവരിച്ചുകൊണ്ടാണ് പറഞ്ഞത്. അത് പരോക്ഷമായി കോടതി എന്ന് പറയുമ്പോൾ കോടതി ശരിവെച്ച കാര്യങ്ങൾ എന്ന് പറഞ്ഞ് അതിന്റെ എന്താണ് ഈ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഞാൻ ഈ സ്വർണം കട്ട പോറ്റിയെ സോണിയാഗാന്ധിയുടെ വീട്ടിൽ കയറ്റിയവരോട് ചോദിക്കുക. സോണിയാഗാന്ധിയുടെ വീട്ടിലെ ഈ സ്വർണം കട്ട പോറ്റിയെ കയറ്റിയവരോട് ചോദിക്കുക, അടൂർ പ്രകാശിനോട് ചോദിക്കുക, അല്ലെങ്കിൽ പിന്നെ ആന്റോണിനോട് ചോദിക്കുക. എന്നിട്ട് അവരിൽ നിന്ന് പാടുകയാണ്. പക്ഷെ ഇവരോടൊന്നും കോടതി ചോദിച്ചില്ലല്ലോ എന്നാണ് ഞാൻ പറഞ്ഞത്. ഇവരോടൊന്നും കോടതി ചോദിച്ചില്ലല്ലോ. SIT ഇവരെയൊന്നും വിളിച്ചു വരുത്തിയില്ലല്ലോ. ഇതൊക്കെ അന്വേഷിക്കാൻ ഒരു സംവിധാനമുണ്ടല്ലോ. അപ്പോൾ അവരോടൊക്കെ പോകാമല്ലോ. ഇപ്പോൾ എന്താണ് വിളിച്ചു വരുത്തി അഴിക്കുള്ളിലായിരിക്കുന്നത് 2 CPMന്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ. അത് അങ്ങേക്ക് തള്ളാൻ കഴിയുമോ? ഡയറക്റ്റ് ചോദ്യമാണ്. CPMന്റെ നേതാക്കളായിരുന്നില്ലേ ഇപ്പോൾ അഴിക്കുള്ളിൽ കിടക്കുന്നത്? അപ്പോൾ അത് അങ്ങേക്ക് തള്ളാനാകുമോ? അപ്പൊ നമ്മൾ ഈ വളഞ്ഞ വഴിക്ക് ഇങ്ങനെ പിടിക്കില്ലേ? CPMമാരല്ല. ഞാൻ ആദ്യം പറയുന്ന കൂടെ കേൾക്കുന്നത്. നിങ്ങളൊരു വിഡ്ഢിത്തരം പറഞ്ഞപ്പോൾ എനിക്ക് മറുപടി പറയണ്ടേ? ഒന്ന്, 80 വർഷത്തോടെ ജോലിക്കാരനായത്, ദേവസ്വം കമ്മീഷനായത് ഹൈക്കോടതി നിയോഗിച്ചിട്ടാ, CPM നിയോഗിച്ചിട്ടല്ല. ആ കാലഘട്ടത്തിലെ ഒരു കാര്യത്തിൽ NVAS ജയിലിൽ കിടന്ന CPMന്റെ ഉത്തരവാദിത്തമാണ് നിങ്ങൾ പറയുന്നത്. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പശ്ചാത്തലം എന്താണ്? അത് പലർക്കും രാഷ്ട്രീയ പശ്ചാത്തലം ഉണ്ടാവും. രണ്ടാമത്തെ പോയിന്റ് കേൾക്കൂ. രണ്ടാമത്തെ പോയിന്റ്, ഈ കട്ട സ്വർണം പിടിച്ചത് തന്ത്രി ഉദ്ഘാടനം ചെയ്ത കടയിൽ നിന്നാണ്, CPMന്റെ കടയിൽ നിന്നല്ല. അത് നിങ്ങൾക്ക് വിഷയം സഖാവെ നമിക്കണം. ഞാൻ അങ്ങയിലേക്ക് മടങ്ങിയെത്താം.